ഹായ് ഓൾ, ഞാൻ അശ്വതി. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ HSIയുടെ സിലബസിലുള്ള പാർട്ട് എ സെക്ഷനാണ്, സ്ട്രാറ്റജീസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. അതായത് നമ്മുടെ പെഡഗോഗിയൊക്കെ വരില്ലേ, ആ ഒരു പാർട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. കുറച്ച് പേര് കമൻറ്റ് ചെയ്തിരുന്നു കറക്റ്റ് ഒരു ടൈമിലായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ രാവിലെ വൈകിട്ട് അങ്ങനെ പല ടൈമിലല്ല അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് മുതൽ രാവിലെ ആയിരിക്കും നമ്മളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇന്ന് നോക്കുന്നത് സ്ട്രാറ്റജീസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ആണ്. എന്താണ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്? ഞാൻ നിങ്ങളെ പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല. മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നമ്മൾ ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പല മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ BEdന് പഠിച്ചപ്പോഴാണെങ്കിൽ ഒത്തിരി എയ്ഡ്സൊക്കെ യൂസ് ചെയ്യും, ചാർട്ട്, ഫ്ലാഷ് കാർഡ്, അങ്ങനെ കുറേ മോഡൽസൊക്കെ യൂസ് ചെയ്യും. അല്ലെങ്കിൽ പോലും നമ്മൾ ക്ലാസ്സിലെ കുട്ടികളെ ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് പല രീതിയിലാണ് പഠിപ്പിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ലെക്ചർ മെത്തേഡായിരിക്കും. ആ ഒരു ടോപ്പിക്കിന് ലെക്ചർ മെത്തേഡാണ് ആപ്റ്റെന്ന് തോന്നി നമ്മൾ തന്നെ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ലെക്ചർ മെത്തേഡിലായിരിക്കും പഠിപ്പിക്കുക. നമ്മൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ചില സമയത്ത് നമ്മൾ ഒത്തിരി എയ്ഡ്സ് യൂസ് ചെയ്യും. അതായത് ഫ്ലാഷ് കാർഡ്, ചാർട്ട് ഒക്കെ യൂസ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ കുട്ടികളെ പല ഗ്രൂപ്പ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവർക്ക് ഓരോ ടോപ്പിക്സ് കൊടുത്തിട്ട് അവരെ പഠിപ്പിക്കും. ചിലപ്പോൾ നമ്മൾ ലാബിൽ കൊണ്ടുപോകും, ചിലപ്പോൾ നമ്മൾ ലൈബ്രറിയിൽ കൊണ്ടുപോകും, ചിലപ്പോൾ PPT കാണിക്കും, വീഡിയോ കാണിക്കും, മോഡൽസ് വെച്ച് പഠിപ്പിക്കും. അങ്ങനെ ഒത്തിരി രീതി നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഒരു ക്ലാസ്സിൽ. ആ ഒരു ടോപ്പിക്കിന് ഏതാണോ സ്യൂട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പല മെത്തേഡ്സ് യൂസ് ചെയ്ത് നമ്മൾ പഠിപ്പിക്കാറുണ്ട്. ഇതൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. അതിന് ഓരോ ഹെഡിങ് ഉണ്ട്. അത് ഏതൊക്കെ ഹെഡിങ്ങിൻ്റെ അണ്ടറിലാണ് ഇത് വരുന്നത് നമുക്ക് നോക്കാം. ഓരോ മെത്തേഡ്സിനും അതിൻ്റേതായ പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് എന്ന് നോക്കാം. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരു ടീച്ചറിൻ്റെ റോളെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളാണ് അല്ലേ. ഒരു സ്റ്റുഡൻറ്റിനെ അവരുടെ ഫ്യൂച്ചർ ലൈഫിലേക്ക് മോൾഡ് ചെയ്തെടുക്കുക, അതാണ് ഒരു ടീച്ചറിൻ്റെ റോളെന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? സ്റ്റിമുലേറ്റ് ഫോർ ലേണിംഗ് ഉണ്ട്. നമ്മളൊരു ക്ലാസ് എടുക്കുമ്പോൾ സ്റ്റിമുലേറ്റ് ഫോർ ലേണിംഗ് ഉണ്ട്. അവനൊരു ഒരു ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട് ഒരു ഫ്യൂച്ചറിലേക്ക്, അല്ലെങ്കിൽ അവൻ്റെ ഒരു എന്താണോ ആ ഒരു ഫ്യൂച്ചർ ലൈഫ്, അതിലേക്കൊരു ഗിവിങ് ഡിറക്ഷൻ കൊടുക്കുന്നുണ്ട്, ഒരു ഗൈഡിങ് കൊടുക്കുന്നുണ്ട്. അതേപോലെ അവരെ എൻകറേജ് ചെയ്യുന്നുണ്ട്, അവരുടെ കോമ്പറ്റൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഞാൻ പറഞ്ഞു ഫ്യൂച്ചർ ലൈഫിലേക്കുള്ളൊരു ഡെവലപ്മെൻറ്റ്. അങ്ങനെ പല രീതിയിൽ നമ്മളെ കുട്ടികളെ മോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം ഒരു നല്ല രീതിയിൽ മോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി ടീച്ചിങ് പ്രോസസ്സിന് ഒത്തിരി മെത്തേഡ്സ് യൂസ് ചെയ്യും ഇല്ലേ. നമ്മളുടെ ടോപ്പിക്ക് മാക്സിമം എഫക്റ്റീവ് ആക്കാനുള്ള കുറേ മെത്തേഡ്സ് ഉണ്ട്. പക്ഷേ ഏത് മെത്തേഡാണ് അതിൽ ഏറ്റവും നല്ലത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. ഏത് മെത്തേഡാണ് നല്ലതെന്ന് ചോദിച്ചാൽ എല്ലാ മെത്തേഡും നല്ലതാണ്. ആ എല്ലാ മെത്തേഡ്സിനും അതിൻ്റേതായ മെറിറ്റ്സും ഉണ്ട്, ഡീമെറിറ്റ്സും ഉണ്ട്. ഓരോ ടോപ്പിക്ക് സംബന്ധിച്ച് അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിനെ പോലെ ഇരിക്കും ഓരോ മെത്തേഡും. അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. ചില കുട്ടികൾക്ക് മെത്തേഡ്സ് യൂസ് ചെയ്ത് പഠിപ്പിക്കുക അല്ലെങ്കിൽ ആക്ടിവിറ്റീസിലൂടെ പഠിപ്പിക്കുന്നതായിരിക്കും ഇഷ്ടപ്പെടുന്നത്. ചിലർക്ക് എന്നാൽ ടീച്ചർ തന്നെ പഠിപ്പിച്ച് നോട്ട് കൊടുക്കുന്നതായിരിക്കും ഇഷ്ടപ്പെടുക. അപ്പോൾ അങ്ങനെ ഇത് നല്ലതാണോ ചീത്തയാണോ, അല്ലെങ്കിൽ അത് ആ പഠിപ്പിക്കുന്ന ടോപ്പിക്കിനെയും അതേപോലെ തന്നെ കുട്ടികളുടെ ആ ഒരു മെൻറ്റാലിറ്റിയെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് പഠിപ്പിക്കേണ്ട ഒരു സാധനം, അവരെ കാണിച്ച് പഠിപ്പിക്കേണ്ട ഒരു സാധനം ലെക്ചർ മെത്തേഡിലെടുത്താൽ വളരെ ബോറിംഗ് ആയിരിക്കും. എന്നാൽ ലെക്ചർ മെത്തേഡിലെടുക്കുന്ന ചില സാധനങ്ങൾ എക്സ്പെരിമെൻ്റ് ആയിട്ട് കാണിക്കാനും പറ്റില്ല. അതുപോലെ ടോപ്പിക്കിനെയും സബ്ജക്റ്റിനെയും കുട്ടികളുടെ മനോഭാവത്തെയൊക്കെ ആശ്രയിച്ചിട്ടാണ് ഒരു ടീച്ചിങ് മെത്തേഡ് എഫക്റ്റീവ് ആണോ ഗുഡാണോ എന്നുള്ളത്. എല്ലാ മെത്തേഡ്സും കറക്റ്റ് ടോപ്പിക്കിൽ വരുമ്പോൾ അത് ഗുഡാണ്, നല്ലതാണ്. അതേപോലെ തന്നെ എല്ലാത്തിനും മെറിറ്റും ഉണ്ട്, ഡീമെറിറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ട്രാറ്റജീസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. എ ടീച്ചിങ് മെത്തേഡ് കോംപ്രസൈസ് ദ പ്രിൻസിപ്പൽ ആൻഡ് മോഡൽസ് യൂസ്ഡ് ബൈ ടീച്ചർ ടു ഇനേബിൾ സ്റ്റുഡൻസ് ലേണിംഗ്. അല്ലെങ്കിൽ റെഗുലർ വേ ഓർ ഓർഡർലി പ്രൊസീജിയർ എംപ്ലോയ്ഡ് ബൈ ദ ടീച്ചർ ഇൻ ഗൈഡിങ് ദ പ്യൂപ്പിൾസ് ഇൻ ഓർഡർ ടു അക്കംപ്ലിഷ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ലേണിംഗ് സിറ്റുവേഷൻ. അതായത് സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഒരു ടീച്ചർ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് അല്ലെങ്കിൽ അവലംബിക്കുന്ന രീതിയാണ് ഈ ഒരു മെത്തേഡ്സ് എന്ന് പറയുന്നത്. ആ ഒരു ലേണിംഗ് സിറ്റുവേഷൻ അല്ലെങ്കിൽ അത് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സാണ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ദ അപ്രോച്ചസ് ഫോർ ടീച്ചർ ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻറ്റു 2. രണ്ടായിട്ട് തരംതിരിക്കാം. ടീച്ചർ സെൻറ്റേർഡ് എന്നും സ്റ്റുഡൻറ് സെൻറ്റേർഡ് എന്നും. പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പക്ഷേ മെയിൻലി നമുക്ക് ടീച്ചർ സെൻറ്റേർഡ് എന്നും സ്റ്റുഡൻറ് സെൻറ്റേർഡ് എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. ടീച്ചർ സെൻറ്റേർഡ് അപ്രോച്ച്.
In the teacher-centered approach to learning, teachers are the main authority figure of this model. Students are viewed as empty vessel whose primary role is to passive receive information via lecture and direct instruction, with an end goal of testing and assessment. It is the primary role of the teacher to pass knowledge and information to their students. In this model, teacher and assessment are viewed as two separate entities. Student learning is measured through objective score test and assessments. അല്ല, ടീച്ചർ സെൻറ്റേഡ് മെത്തേഡ് നമുക്കറിയാം എന്താണ് ടീച്ചർ സെൻറ്റേഡ് മെത്തേഡ് എന്ന്. ടീച്ചർ സെൻറ്റേഡ് മെത്തേഡിൽ ക്ലാസ് റൂമിൽ ടീച്ചറായിരിക്കും മെയിൻ റോളിൽ വരുന്നത്. ടീച്ചർ വന്നിട്ട് അവിടെ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്നു. ടീച്ചർ അവിടെ ഒരു ലീഡറായിട്ട് അല്ലെങ്കിൽ അവിടെ ഒരു അതോറിറ്റി ഫിഗറായിട്ട് അല്ലെങ്കിൽ ഒരു ടീച്ചറായിരിക്കും മെയിൻ ഫോക്കസ്. അവിടെ ടീച്ചർക്കാണ് ആ ഒരു മെത്തേഡിൽ ഇമ്പോർട്ടൻസ് വരുന്നത്. അവിടെ ടീച്ചർ എന്താ ചെയ്യുന്നത്? ടീച്ചർ ക്ലാസ് എടുക്കുന്നു. ഷീ ഓർ ഹി ടോക്ക്, സെൻഡ് ദ സ്റ്റുഡൻറ്റ് ലിസൺ. അതായത് ടീച്ചർ ടോക്ക് ചെയ്യും, സ്റ്റുഡൻസ് ലിസൺ ചെയ്യും. അതേപോലെ തന്നെ ഇവിടെ ടോപ്പിക്ക് ചൂസ് ചെയ്യുന്നത് ടീച്ചറാണ്. ഇവിടെ ടീച്ചർ സിലബസ് നോക്കി ടോപ്പിക്ക് സെലക്ട് ചെയ്ത് ക്ലാസ് എടുക്കുന്നു. ഇനി ക്ലാസ് എടുക്കുന്ന സമയത്ത് ടീച്ചറാണ് അവിടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മാത്സ് ക്ലാസ് ആണെന്ന് വിചാരിക്കുക. ആദ്യം ടീച്ചർ ബോർഡിൽ കുറച്ച് കണക്കെഴുതും, പിന്നീട് ടീച്ചർ അത് പ്രോബ്ലം സോൾവ് ചെയ്ത് ബോർഡിലെഴുതും, ഇല്ലേ? ഓരോ കുട്ടികളും അത് എഴുതിയെടുക്കും. അങ്ങനെയല്ല അതിൻ്റെ ഒരു മെത്തേഡ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു നറേറ്റീവ് മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ക്ലാസ് ഭയങ്കര പാസീവായിരിക്കും. നമുക്ക് സ്റ്റുഡൻസിനെ ഒരു എംപ്റ്റി വെസലായിട്ട് മാത്രമേ നമുക്കിവിടെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സ്റ്റുഡൻസിന് അവിടെ പ്രത്യേകിച്ച് ഡ്യൂട്ടിയൊന്നുമില്ല. ടീച്ചറിൻ്റെ ക്ലാസ് ലിസൺ ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്യുക, അത്രയേ ഉള്ളൂ ഡ്യൂട്ടി. പഠിപ്പിക്കുന്നതും ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതും ക്ലാസ് നിയന്ത്രിക്കുന്നതും എല്ലാം ടീച്ചേഴ്സ് തന്നെയായിരിക്കും. അവരുടെ പ്രൈമറി റോളെന്ന് പറഞ്ഞാൽ പാസീവ്ലി റിസീവിങ് ഇൻഫർമേഷൻ മാത്രമാണ്. കുട്ടികൾ മിണ്ടാതിരുന്ന് കേൾക്കുകയല്ല അവിടെ ചെയ്യുന്നത്. ആക്റ്റീവായിട്ട് എപ്പോഴും ടീച്ചറായിരിക്കും ആ ഒരു ക്ലാസ്സിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു പാസീവ് ലേണിംഗ് മാത്രമാണ് നടക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് തോന്നും ബോറിംഗ് ആണെന്ന്, അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ തോന്നും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ക്ലാസ് ഭയങ്കര ക്വയറ്റ് ആയിരിക്കും, അതേപോലെ ഓർഡർലി ആയിരിക്കും. ഇവിടെ വേറെ ഡിസ്കഷനൊന്നും നടക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ക്ലാസ് സൈലൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഓരോ ടോപ്പിക്കും, അതായത് ടീച്ചർ പ്രിപ്പയർ ചെയ്ത്, ടീച്ചറല്ലേ അവിടെ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ മെയിൻ പോയിൻറ്റ്സ് ഒന്നും മിസ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും, ഇല്ലേ? ഇവിടെ ടീച്ചിങ്ങും അതുപോലെ തന്നെ അസസ്മെൻറ്റും ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. ഇവിടെ ടീച്ചറായിരിക്കും ഓരോ കുട്ടിയെയും ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇവിടെ ടീച്ചർ ഗ്രൂപ്പായിട്ടാണ് ഓരോ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത്, അല്ലേ? ഓരോ കുട്ടിയെയും എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് അവരോടായിരിക്കും ചോദ്യം ചോദിക്കുന്നത്. അല്ലാതെ ഒരു ഗ്രൂപ്പ് എണീറ്റ് നിന്നിട്ട് ആ ഗ്രൂപ്പിനോട് ചോദിക്കാൻ ആൻസർ പറയാൻ പറയില്ലല്ലോ. അങ്ങനെയും പറയാം, പക്ഷേ ഇവിടെ ഓരോ കുട്ടികളും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടീച്ചറായിരിക്കും ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. പിന്നെ എന്താ പറയേണ്ടത്? പിന്നെ ഞാൻ പറഞ്ഞു മെയിൻ പോയിൻറ്റ്സ് ഒന്നും മിസ് ചെയ്യില്ല. കാരണം ടീച്ചറാണ് ആ ഒരു ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്ത് സിലബസിൽ ടോപ്പിക്ക് സെലക്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു മെയിൻ പോയിൻറ്റും മിസ് ചെയ്തിട്ടില്ല നമുക്ക് ഉറപ്പാക്കാൻ പറ്റും. അടുത്ത അപ്രോച്ചാണ് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് അപ്രോച്ച്. In student-centered approach to learning, while teachers are the authority figure in this model, teachers and students play an equally active role in the learning process. The teacher's primary role is to coach and facilitate students' learning and overall comprehension of material. Students' learning is measured through both formal and informal of assessment, including group of project, students' portfolio, class participation, etc. And അപ്പോൾ അടുത്തത് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് മെത്തേഡ് അല്ലെങ്കിൽ ലേണിംഗ് സെൻറ്റേർഡ് മെത്തേഡ് അപ്രോച്ച് എന്നൊക്കെ പറയാം. അതായത് ആക്ടിവിറ്റി, പ്രാക്ടിക്കൽ വർക്കൊക്കെയാണ് ഇതിൽ വരുന്നത് കേട്ടോ. ഇവിടെ രണ്ടുപേരും, അതായത് ടീച്ചറിനും അതേപോലെ തന്നെ സ്റ്റുഡൻസിനും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ടീച്ചർ ക്ലാസ്സിൽ വന്ന് ചെറുതായിട്ടൊന്ന് പറയും, എന്നിട്ട് കുട്ടികൾക്ക് കൊടുക്കും. സ്റ്റുഡൻസ് അത് ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. നമ്മൾ ഗ്രൂപ്പ് അസസ്മെൻറ്റ്, പ്രോജക്റ്റ് ഒക്കെ കൊടുക്കില്ലേ, അത് തന്നെ സംഭവം. കൊടുക്കുന്ന ടോപ്പിക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ചോയ്സ് സ്റ്റുഡൻസിന് പൊതുവേ കിട്ടാറുണ്ട്. അതായത് നമ്മളൊരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു അസസ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒത്തിരി ടോപ്പിക്സ് കൊടുക്കും, അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ കൊടുക്കും, ഇല്ലേ? അപ്പോൾ അതിൽ നിന്ന് സ്റ്റുഡൻസ് ചൂസ് ചെയ്യും ടോപ്പിക്ക്. അവർക്ക് ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യാനോ അങ്ങനെയുള്ള രീതിയിൽ അവർ ചൂസ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ തന്നെയായിരിക്കും ഓരോ ഗ്രൂപ്പായിട്ട് സ്റ്റുഡൻസിനെ ഡിവൈഡ് ചെയ്തിട്ട് എന്തെങ്കിലും ക്ലാഷോ, ഇപ്പോൾ ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് അറിയാമല്ലോ സ്റ്റുഡൻസ് ഞങ്ങൾക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ക്ലാഷ് ഉണ്ടാവും. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ തന്നെയായിരിക്കും കൊടുക്കുന്നത്. അല്ലെങ്കിൽ സ്റ്റുഡൻസിന് ആ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാനുള്ളൊരു ചോയ്സ് കിട്ടും. ഇവിടെ കുട്ടികൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്രൂപ്പായിട്ടാണ്.
ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്നു, അതിനെ പറ്റിയ ഡീറ്റെയിൽസ് അവർ കണ്ടെത്തുന്നു. അങ്ങനെ എല്ലാ സ്റ്റുഡൻസ് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ലാസ്റ്റ് ടോപ്പിക്ക് കൺക്ലൂഡ് ചെയ്യുന്നു അല്ലേ. അങ്ങനെ ഒരു പ്രോബ്ലം അതിനെപ്പറ്റി അവർക്ക് കൊടുക്കുന്ന ആ ഒരു പ്രോബ്ലം അതിനെ ഉണ്ടല്ലോ അവർ ഡിറക്റ്റ്ലി ലേൺ ചെയ്യുന്നു ആ പ്രോബ്ലം. എന്നിട്ട് അവർ പഠിച്ചിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സ്റ്റുഡൻസ് തന്നെ ശ്രമിക്കുന്നു, അവർ തന്നെ സോൾവ് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ പല ആക്ടിവിറ്റീസും ചെയ്യിപ്പിക്കുന്നുണ്ട് ഇല്ലേ. ഡിസ്കഷൻ ആവാം, ഡിബേറ്റ് നടത്തി നമ്മൾ ടോപ്പിക്ക് പഠിപ്പിക്കും ഇല്ലേ. പല ടീച്ചിങ് മെത്തേഡ്സും നമ്മൾ ലേണേഴ്സ് സെൻറ്റേർഡ് ആയിട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഡിബേറ്റ് നടത്തിയാൽ നമ്മൾ അവിടെ ഒരു മോഡറേറ്ററായിട്ട് ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. സ്റ്റുഡൻസാണ് പരസ്പരം ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതൊരു സ്റ്റുഡൻറ് സെൻറ്റേർഡ് അപ്രോച്ചാണ്. ഇവിടെ കുട്ടികളാണ് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ അവിടെ ആക്റ്റീവ് ലേണിംഗ് ആണ് നടക്കുന്നത് അല്ലേ. ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഡിസ്കസ് ചെയ്യുന്നതും ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതും എല്ലാം സ്റ്റുഡൻ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആക്റ്റീവ് ലേണിംഗ് ആണ് നടക്കുന്നത്. ടീച്ചറിന് ഇവിടെ ഒരു മോണിറ്റർ ചെയ്യുക എന്നുള്ളൊരു ദൗത്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ടീച്ചർ ഇവിടെ പാസീവാണ്. കുട്ടികളിങ്ങനെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ക്ലാസ് റൂം ഓട്ടോമാറ്റിക്കലി നോയ്സ് ആവാൻ ചാൻസ് ഉണ്ട്. നമുക്കറിയാമല്ലോ, അവർക്കൊരു ഗ്രൂപ്പ് വർക്ക് ഉറങ്ങിയാൽ ഉറപ്പായിട്ടും ക്ലാസ് റൂം നോയ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഡിസിപ്ലിൻ നഷ്ടപ്പെടും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ ഇവാലുവേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ടീച്ചറും ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റുഡൻസും ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ടീച്ചർ ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഗ്രൂപ്പ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ, സ്റ്റുഡൻസിൻ്റെ പാർട്ടിസിപ്പേഷൻ നന്നായിട്ട് നോക്കും. എല്ലാ കുട്ടിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ, ഏത് ഗ്രൂപ്പാണ് നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ആ ഗ്രൂപ്പിൽ ഏത് കുട്ടിയാണ് നന്നായിട്ട് ചെയ്യുന്നത്, ആരെങ്കിലും മടിയന്മാരായിട്ടിരിക്കുന്നുണ്ടോ എന്നൊക്കെ ടീച്ചർ ശ്രദ്ധിക്കും. അതേപോലെ തന്നെ സ്റ്റുഡൻസും സ്വയം ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അവർ ഗ്രൂപ്പിൽ ഇരിക്കുമ്പോൾ അവർക്ക് സ്വയം തോന്നുമോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ തന്നെയാണോ എല്ലാം ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ സ്റ്റുഡൻസും സ്വയം ഇവാലുവേറ്റ് ചെയ്യും ഇല്ലേ. അങ്ങനെ 2 രീതിയിലാണ് ഇവിടെ ഇവാലുവേഷൻ നടക്കുന്നത് കേട്ടോ. ഇനി ഈ ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡിൻ്റെയും അതേപോലെ തന്നെ ലേണർ സെൻറ്റേർഡ് മെത്തേഡിൻ്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്താണെന്ന് നോക്കാം. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അതായത് ലേണിംഗ് കറക്റ്റ് ആൻസർ, അതായത് കറക്റ്റ് കാര്യം ടീച്ചർ പഠിപ്പിക്കുന്നു ഇല്ലേ, കറക്റ്റായിട്ട് തന്നെ കുട്ടികളത് പഠിക്കുകയും ചെയ്യുന്നു. എന്നാൽ ലേണർ സെൻറ്റേർഡ് മെത്തേഡിൽ കുട്ടികൾക്കൊരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. അതായത് കുട്ടികൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതുകൊണ്ട് അവർക്കൊരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ആ ഒരു ലേണർ സെൻറ്റേർഡ് മെത്തേഡിലുണ്ടാകും. എന്നാൽ ടീച്ചർ സെൻറ്റേർഡ് ആകുമ്പോഴത്തേക്ക് ടീച്ചർ കറക്റ്റ് കാര്യങ്ങൾ ടോപ്പിക്കൊക്കെ കറക്റ്റായിട്ട് പഠിപ്പിക്കും. ഇനി ടീച്ചർ സെൻറ്ററിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യുന്നുണ്ട് അല്ലേ. ടീച്ചറാണ് ക്ലാസ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ടീച്ചറിന് ഏതൊക്കെ ടോപ്പിക്ക് പഠിപ്പിക്കണമെന്നറിയാം. അതുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എല്ലാം അവിടെ കവർ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ലേണർ സെൻറ്റേർഡ് മെത്തേഡിൽ അങ്ങനെയല്ല. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മേ ബി മിസ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. കാരണം അവർക്കറിയില്ല ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മിക്സ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡിൽ എല്ലാ കുട്ടികൾക്കും അറ്റൻഷൻ, അതായത് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ ലേണർ സെൻറ്റേർഡ് മെത്തേഡിൽ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ ടീച്ചറിന് ഓരോ ഗ്രൂപ്പിനെയാണ് മോണിറ്റർ ചെയ്യുന്നത്, അല്ലാതെ ഓരോ കുട്ടിയെയും മോണിറ്റർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും ഒരു അറ്റൻഷൻ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. പിന്നെ ടീച്ചർ സെൻറ്ററിൽ ക്ലാസ് റൂം ഒരു വെൽ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റും. പക്ഷേ ലേണർ സെൻറ്ററിൽ ഇറ്റ്സ് നോട്ട് ഈസി ടു മാനേജ് ദ ക്ലാസ് റൂം. അതായത് ആക്ടിവിറ്റീസും ഡിസ്കഷൻസും പ്രസൻറ്റേഷൻസും എല്ലാം നടക്കുമ്പോഴത്തേക്ക് ഒരു ക്ലാസ് റൂമായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. പിന്നീട് ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡിൽ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അവിടെ ഇമ്പ്രൂവ് ആവുന്നില്ല. എല്ലാം പറയുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം ടീച്ചറാണല്ലോ. അതുകൊണ്ട് തന്നെ ലേണർ സെൻറ്റേർഡിൽ നമുക്കങ്ങനെയല്ല, കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതേപോലെ എല്ലാം ഇമ്പ്രൂവ് ആവുന്നുണ്ട്. പക്ഷേ ടീച്ചർ സെൻറ്റേർഡിൽ കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇമ്പ്രൂവ് ആവുന്നില്ല. കാരണം കുട്ടികൾ അവിടെ ഒരു പാസീവ് ലേണറാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ്. പിന്നെ ലേണർ സെൻറ്റേർഡിൽ അങ്ങനെയല്ല, എല്ലാം ചെയ്യുന്നത് കുട്ടികളായതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ്ഡ് ആകും. പിന്നെ ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡിൽ കുട്ടികൾക്ക് ക്ലാസ് റൂം ബോറിംഗ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ലെക്ചർ മെത്തേഡാണല്ലോ, കൂടുതലും ടീച്ചറല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ബോറിംഗ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം അവരുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇല്ല. പക്ഷേ ലേണർ സെൻറ്റേർഡിൽ അങ്ങനെയല്ല, അവരാണ് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദേ ആർ വെരി ആക്റ്റീവ്. അവർക്കൊരിക്കലും ബോറടിക്കില്ല ആൻഡ് ദേ ലേൺ ഈസിലി. ഇനി കോമൺലി യൂസ്ഡ് ടീച്ചിങ് മെത്തേഡ്സ് എന്താണെന്ന് നോക്കാം. അത് ലെക്ചർ മെത്തേഡ്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, ലെക്ചർ കം ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, ലബോറട്ടറി മെത്തേഡ്, ഹ്യൂറിസ്റ്റിക് മെത്തേഡ്, പ്രൊജക്ട് മെത്തേഡ് ആൻഡ് ബ്രെയിൻ സ്റ്റോമിംഗ് മെത്തേഡ്. ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഏഴ് മെത്തേഡ്സാണ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സിൽ വരുന്നത്. അതിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ലെക്ചർ മെത്തേഡും ഡെമോൺസ്ട്രേഷൻ മെത്തേഡും മാത്രമാണ്. ലെക്ചർ കം ഡെമോൺസ്ട്രേഷൻ മെത്തേഡും ലബോറട്ടറി മെത്തേഡും ഹ്യൂറിസ്റ്റിക് മെത്തേഡും പ്രൊജക്ട് മെത്തേഡും ബ്രെയിൻ സ്റ്റോമിംഗ് മെത്തേഡും നമുക്ക് അടുത്ത പാർട്ടിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്.
ലെക്ചർ മെത്തേഡും ഡെമോൺസ്ട്രേഷൻ മെത്തേഡും എന്താണെന്നും അതിൻ്റെ സ്റ്റേജസ് എന്താണെന്നും അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും എല്ലാമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലെക്ചർ മെത്തേഡ് എന്ന് പറയുമ്പോൾ lecture has been the most widely used method of teaching in all type of higher education. Lecture involves many activities such as introducing the topic, illustrating the example using blackboard, questioning and explaining the content. The success of the method largely depend upon how it delivered. The lecture method can be used successfully only through proper planning and effective presentation. Because of its formal nature, this method not be effective with non-formal educational group. ഈ ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നതാണ് നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണിത്. അതൊരു ഹയർ എഡ്യൂക്കേഷൻ ലെവലിൽ, അതായത് ഇപ്പോൾ ഒരു കോളേജിൽ അല്ലെങ്കിൽ ഒരു ഹൈസ്കൂൾ തൊട്ടൊക്കെ തന്നെ അല്ല, നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ ലെവലെന്ന് പറയുന്നേ ഉള്ളൂ. നമ്മളെങ്കിലും മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന മെത്തേഡ് ലെക്ചർ മെത്തേഡ് തന്നെയാണ്. അതിൽ ഒത്തിരി ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് ടോപ്പിക് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുക, ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുക, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുക, കണ്ടൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക, അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ഈ ലെക്ചർ മെത്തേഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ലെക്ചർ മെത്തേഡിൻ്റെ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണോ അത് പ്രസൻറ്റ് ചെയ്യുന്നത് അതിനെ അനുസരിച്ചിരിക്കും ഇതിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിനൊരു പ്രോപ്പർ പ്ലാനിങ്ങും എഫക്റ്റീവ് പ്രസൻറ്റേഷനും അത്യാവശ്യം തന്നെയാണ് ലെക്ചർ മെത്തേഡിന്. പിന്നെ എങ്കിൽ മാത്രമേ ഈ ലെക്ചർ മെത്തേഡ് ഒരു സക്സസ് ആയി എന്ന് പറയാൻ നമുക്ക് പറ്റുള്ളൂ. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഫോർമൽ നേച്ചർ ദിസ് മെത്തേഡ് നോട്ട് ബി എഫക്റ്റീവ് വിത്ത് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ. ഇതൊരു ഫോർമൽ മെത്തേഡാണ് അല്ലേ, ഫോർമലായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നൊരു ടീച്ചർ സെൻറ്റേഡാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇത് ഒരു നോൺ ഫോർമൽ എഡ്യൂക്കേഷനിൽ അത്ര എഫക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. അടുത്തത് വാല്യൂസ് ഓഫ് ദ ലെക്ചർ മെത്തേഡ്. ഇറ്റ് ഈസ് ആൻ എഫക്റ്റീവ് മെത്തേഡ് ഫോർ ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ ടോപ്പിക് ഓർ ലെസൺ. ഒരു പുതിയ ടോപ്പിക് അല്ലെങ്കിൽ ഒരു ലെസൺ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. ത്രൂ എ ലെക്ചർ വൺ ക്യാൻ ഗീവ് ആൻ ഓവർവ്യൂ ഓഫ് ദ ലെസൺ ആൻഡ് ഹാവ് എ ക്വിക്ക് റിവ്യൂ ഓഫ് ദ കംപ്ലീറ്റ് വർക്ക്. ഈ ലെക്ചറിലൂടെ തന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ നമുക്കൊരു ആ ഒരു ലെസണിൻ്റെ ഒരു ഫുൾ ഓവർവ്യൂ കിട്ടും. അതേപോലെ തന്നെ ആ ഒരു കംപ്ലീറ്റ് വർക്കിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ നമുക്ക് ഈ ഒരു ലെക്ചർ മെത്തേഡിലൂടെ കിട്ടും. Large portion can be covered in a relatively short period as the teacher prepare the lecture, referring to various books and authors' point of view, which are presented to the class in consent form with a given period of time. അതായത് വളരെ കുറഞ്ഞ ടൈം, ഒരു ടൈം സേവിങ് മെത്തേഡാണിതെന്ന് നമുക്ക് പറയാം. ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ടീച്ചർ പല ബുക്സോ അല്ലെങ്കിൽ പല ലെക്ചേഴ്സോ അല്ലെങ്കിൽ ഒത്തിരി ഓതേഴ്സിൻ്റെ പല പോയിൻറ്റ്സോ ഒക്കെ റെഫർ ചെയ്തിട്ട് ടീച്ചർ പോർഷൻ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് പോർഷനാണ് ഒരു കുറഞ്ഞ ടൈമിനുള്ളിൽ നമുക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ടൈം സേവിങ് മെത്തേഡാണ് എന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ ഇറ്റ് ഈസ് ദ മോസ്റ്റ് എക്സ്പ്ലനേറ്ററി മെത്തേഡ് ആസ് ദ കമ്മ്യൂണിക്കേറ്റർ ക്യാൻ എക്സ്പ്ലെയിൻ ആസ് മച്ച് ഡീറ്റെയിൽസ് ആസ് ഹി ഓർ ഷീ വാണ്ട്. Moreover, immediate feedback from students help the lecturer to know what point of the lesson need to be further explained and clarified. അതായത് ഇതൊരു മോസ്റ്റ് എക്സ്പ്ലനേറ്ററി മെത്തേഡാണ് അല്ലേ. ദ കമ്മ്യൂണിക്കേറ്റർ ക്യാൻ എക്സ്പ്ലെയിൻ ആസ് മച്ച് ഡീറ്റെയിൽസ് ആസ് ഹി ക്യാൻ. ആ ഒരു ടീച്ചറിനെ എത്ര മാത്രം ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമോ അത്രയും മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് ഇത് നമുക്ക് ടീച്ചറിന് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഇനി ഏത് ടോപ്പിക്കാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതിൽ ഏത് പാർട്ടാണ് കുട്ടികൾക്ക് മനസ്സിലാകാത്തത് എന്നൊക്കെ കറക്റ്റായിട്ട് ടീച്ചറിന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റായിട്ട് നമുക്ക് പറയാം കേട്ടോ. പിന്നെ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ലെക്ചർ മെത്തേഡിലുള്ള സ്റ്റെപ്സ് എന്താണെന്ന്. ഫസ്റ്റ് വൺ പ്ലാനിങ് സ്റ്റേജ് ആണ്. പ്ലാനിങ് സ്റ്റേജിൽ വരുന്നതാണ് അനാലിസിസ് ദ ഗ്രൂപ്പ് ഓർ ഓഡിയൻസ്, ഓർഗനൈസ് ദ കണ്ടന്റ്. അതായത് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ക്ലാസ് ഏതാണ്, ഇപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ട പോലെയാണോ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടതല്ല. അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ഓഡിയൻസിൻ്റെ ഏജും അവരുടെ ആ ഒരു എല്ലാ കാര്യങ്ങളും നമുക്കറിയാമല്ലോ സ്റ്റുഡൻസിന്, അതനുസരിച്ച് ആ ഗ്രൂപ്പിനെ അനലൈസ് ചെയ്യുക. അതിനുശേഷം അവർക്ക് പറ്റുന്ന പോലെ നമ്മൾ കണ്ടൻറ്റ് ഓർഗനൈസ് ചെയ്യുക. അതിനുശേഷം വരുന്നത് പ്രസൻറ്റേഷൻ സ്റ്റേജാണ്. പ്രസൻറ്റേഷൻ സ്റ്റേജിൽ നമ്മൾ ഓർഗനൈസ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന കണ്ടൻറ്റ് പ്രോപ്പറായിട്ട് അവർക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക. അതിനുശേഷം വരുന്നത് പോസ്റ്റ് പ്രസൻറ്റേഷൻ സ്റ്റേജാണ്. നമ്മൾ അവരെ പഠിപ്പിച്ചതിന് ശേഷം നമ്മൾ അവരോട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, അല്ലെങ്കിൽ അവർ നമ്മളോട് ഡൗട്ട് ചോദിക്കും. അങ്ങനെ പല കാര്യങ്ങളോടെ നടക്കുന്നുണ്ട്. അതൊക്കെ എഫക്റ്റീവായിട്ട് തന്നെ പ്ലാൻ ചെയ്യുക. നമ്മളിപ്പോൾ അവരോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസും പ്ലാൻ ചെയ്യുക. അങ്ങനെ അവരെ ഒരു ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ് ഈ ഒരു പോസ്റ്റ് പ്രസൻറ്റേഷൻ സ്റ്റേജിൽ വരുന്നത്. അതേപോലെ തന്നെ അവർ ചോദിക്കുന്ന ഡൗട്ട്സൊക്കെ ക്ലാരിഫൈ ചെയ്യേണ്ടതും
നമ്മൾ അവർക്ക് മനസ്സിലാവാത്ത പോർഷൻസ് മനസ്സിലാക്കി എടുക്കേണ്ടതൊക്കെ ഈ ഒരു പോസ്റ്റ് പ്രസൻറ്റേഷൻ സ്റ്റേജിലാണ്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഓഫ് ലെക്ചർ മെത്തേഡ് അത് നോക്കാം. ഇറ്റ് മേ റിസൾട്ട് ഇൻ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സ്റ്റുഡൻസ് മേ ബിക്കം പാസീവ് ലേണർ if their participation is not sought at various stage of the lecture, thus it may be limit the opportunity for interaction. ഇതൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് ഒരു പാസീവ് പാർട്ടിസിപ്പേഷൻ ആയിരിക്കും ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻട്രാക്ഷൻസിനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ വളരെ കുറവാണ്. ദ ടോപ്പിക് ഓർ സബ്ജക്റ്റ് മേ നോട്ട് ബി ഈക്വൽ ഇൻട്രസ്റ്റ് ടു ഓൾ സ്റ്റുഡൻസ്. ഈ പഠിപ്പിക്കുന്ന സബ്ജക്ട്സ് എല്ലാം കുട്ടികൾക്കെല്ലാം ഒരേപോലെ ഇൻട്രസ്റ്റ് ആവണമെന്നില്ല. അടുത്തത് പുവർ ഓഡിയോ അറ്റൻഡേഴ്സ് മേ ബി അറ്റ് ഡിസഡ്വാൻറ്റേജ്. എല്ലാവർക്കും കേൾക്കാൻ പറ്റണമെന്നില്ല. ബാക്കിലിരിക്കുന്നവർക്കും ഫ്രണ്ടിലിരിക്കുന്നവർക്കും ഒരേപോലെ ഒരു ഓഡിബിൾ ആവണമെന്നില്ല. ഓൺലി തിയററ്റിക്കൽ ടോപ്പിക് ക്യാൻ ബി കവേർഡ് ത്രൂ ദിസ് മെത്തേഡ്. ഈ മെത്തേഡിൽ കൂടെ നമുക്ക് ഒരിക്കലും ഒരു ഒരു പ്രാക്ടിക്കൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ല ഇല്ലേ. അത് ലാബിൽ കൊണ്ടുപോയി തന്നെ ചെയ്യണം. ഒരു തിയററ്റിക്കൽ മെത്തേഡ് മാത്രമേ നമുക്ക് ഈ ഒരു ലെക്ചർ മെത്തേഡിലൂടെ കവർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത്രയാണ് ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്ത മെത്തേഡാണ് ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്. ഇൻ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ഈസ് ക്യാരിഡ് ഇൻ എ സിസ്റ്റമാറ്റിക് വേ. ഈ ഡെമോൺസ്ട്രേഷൻ മെത്തേഡിൽ ഈ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എന്നുള്ളത് ഒരു സിസ്റ്റമാറ്റിക് വേയിലായിരിക്കും കടന്നു പോകുന്നത്. ഡെമോൺസ്ട്രേഷൻ ഓഫൺ ഒക്കേർഡ് വെൻ സ്റ്റുഡൻസ് ഹാവ് എ ഹാർഡ് ടൈം ടു കണക്റ്റിംഗ് തിയറീസ് ടു ആക്ച്വൽ പ്രാക്ടീസ് ഓർ വെൻ സ്റ്റുഡൻസ് ആർ അൺഎബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ആപ്ലിക്കേഷൻ ഓഫ് തിയറി. ഈ ഒരു ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് എപ്പോഴാണ് നടക്കുന്നതെന്ന് വെച്ചാൽ ചില ടോപ്പിക്സ് വരുമ്പോൾ നമ്മുടെ ഈ ഒരു ലെക്ചർ മെത്തേഡിലൂടെ സ്റ്റുഡൻസിന് മനസ്സിലാകാതെ വരും ഇല്ലേ. അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ചില തിയറീസ് എന്ന് തോന്നുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് കാണിക്കുന്നത്. അതായത് നമ്മൾ ചാർട്ടും അതേപോലെ തന്നെ ഇതൊക്കെ പ്രസൻറ്റ് ചെയ്യില്ലേ, ചാർട്ടും ഫ്ലാഷ് കാർഡൊക്കെ പ്രസൻറ്റ് ചെയ്യില്ലേ, അത് തന്നെയാണ്. ഡയഗ്രാംസൊക്കെ വരച്ച് കാണിക്കില്ലേ, അതാണ് ഈ ഒരു ഡെമോൺസ്ട്രേഷൻ മെത്തേഡിൽ വരുന്നത്. ടു മേക്ക് എ സക്സസ് ഓഫ് ഡെമോൺസ്ട്രേഷൻ method, three things are necessary. One, the object being displayed during the demonstration should not be so small. അതായത് ഈ ഒരു ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് സക്സസ് ആവണമെങ്കിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന ആ ഒരു മോഡൽ അല്ലെങ്കിൽ ആ ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും തീരെ ചെറുതാവരുത്. കാരണം പുറകെ ഇരിക്കുന്ന ആൾക്കാർക്ക് കൂടെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം. അടുത്തത്, ഡ്യൂറിങ് ദ ഡെമോൺസ്ട്രേഷൻ ദ ക്ലിയർ ലാംഗ്വേജ് ഷുഡ് ബി യൂസ് ദ പ്യൂപ്പിൾ മേ അണ്ടർസ്റ്റാൻഡ് കോൺസെപ്റ്റ് ഈസിലി. നമ്മൾ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് വളരെ ക്ലിയർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ആ കുട്ടികൾക്ക് കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്തതെന്ന് പറയുന്നത്, ദ പ്യൂപ്പിൾ ഷുഡ് ബി ഏബിൾ ടു ക്വസ്റ്റ്യൻ ടീച്ചർ ഇൻ ഓർഡർ ടു റിമൂവ് ദ ഡിഫിക്കൽട്ടീസ്. അവരുടെ ആ ഒരു മനസ്സിലാവാത്ത ആ ഒരു പോർഷൻസ് ഇല്ലേ, ആ ഒരു ഇത് മനസ്സിലാകുന്നത് വരെ പ്യൂപ്പിൾസിന് സ്റ്റുഡൻസിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളൊരു ചാൻസ് കൊടുക്കണം. അതായത് അവർക്ക് ആ ഒരു കണ്ടൻറ്റ് പൂർണ്ണമായി മനസ്സിലായി എന്ന് നമുക്ക് ഉറപ്പ് വരണം. ഇത് 3 ഒരു പ്രോപ്പർ ഡെമോൺസ്ട്രേഷൻ മെത്തേഡിൻ്റെ സക്സസ്സിന് വേണ്ട കാര്യങ്ങൾ. അടുത്തത്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് നോക്കാം. ദ ഡെമോൺസ്ട്രേഷൻ ഷുഡ് ബി ഡൺ ഇൻ എ സിമ്പിൾ വേ. ഒരു സിമ്പിൾ വേയിലായിരിക്കണം ഈ ഡെമോൺസ്ട്രേഷൻ ചെയ്യേണ്ടത്. സെക്കൻഡ് വൺ, ഇൻ ദിസ് സ്ട്രാറ്റജി അറ്റൻഷൻ ഈസ് പെയ്ഡ് ടു ഓൾ സ്റ്റുഡൻസ്. നമ്മൾ ഡെമോൺസ്ട്രേഷൻ ചെയ്യുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരേപോലെ അറ്റൻഷൻ കൊടുക്കണം. അതായത് മുമ്പിലിരിക്കുന്നവർക്കും പുറകിലിരിക്കുന്നവർക്കും സൈഡിലിരിക്കുന്നവർക്കും എല്ലാവർക്കും വ്യക്തമായിട്ട് ഈ ഒരു ഡെമോൺസ്ട്രേഷൻ കാണാൻ പറ്റുന്നുണ്ടെന്നും കേൾക്കാൻ പറ്റുന്നുണ്ടെന്നും നമ്മൾ ഉറപ്പുവരുത്തണം. അടുത്തത്, ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡെമോൺസ്ട്രേഷൻ ആർ വെരി ക്ലിയർ. നമ്മൾ എന്തിനാണോ ഈ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നതെന്നുള്ള ആ ഒരു ഗോൾ വളരെ ക്ലിയർ ആയിരിക്കണം. അതേപോലെ തന്നെ അടുത്തത്, ഇറ്റ് ഈസ് വെൽ പ്ലാൻഡ് സ്ട്രാറ്റജി. വളരെ വെൽ പ്ലാൻഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അട്ടർ ഫ്ലോപ്പായി പോകും. അടുത്തത്, ടൈം ഈസ് ഗീവൺ ഫോർ റിഹേഴ്സൽ ബിഫോർ ദ ഡെമോൺസ്ട്രേഷൻ. നമ്മൾ ഈ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നതിന് മുന്നേ വീട്ടിൽ വെച്ചിട്ട് തന്നെ അല്ലെങ്കിൽ എവിടെ വെച്ചിട്ടാണോ അതൊന്ന് നന്നായിട്ട് റിഹേഴ്സൽ ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകാൻ. ഡെമോൺസ്ട്രേഷൻ മെത്തേഡിൻ്റെ സ്റ്റെപ്സ് ആണ് നോക്കാൻ പോകുന്നത്. ദർ ആർ 6 സ്റ്റെപ്സ് ഫോർ ഡെമോൺസ്ട്രേഷൻ പ്രോസസ്. ഈ ഡെമോൺസ്ട്രേഷന് 6 സ്റ്റെപ്പാണുള്ളത്. പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷനാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ വരുന്നത്. രണ്ടാമത്തത്, ഇൻട്രൊഡ്യൂസിങ് ദ ലെസൺ. മൂന്നാമത്തത്, പ്രസൻറ്റേഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ. നാലാമത്തത്, ഡെമോൺസ്ട്രേഷൻ. അഞ്ചാമത്തത്, ടീച്ചിങ് എയ്ഡ്. ആൻഡ് ആറാമത്തത്, ഇവാലുവേഷൻ. നമുക്കിപ്പോൾ പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ എന്താണെന്ന് നോക്കാം. പ്രോപ്പർ പ്ലാനിങ് ഈസ് റിക്വയർഡ് ഫോർ ഗുഡ് ഡെമോൺസ്ട്രേഷൻ. സോ ദ ഇമ്പോർട്ടൻസ് പോയിന്റ് ആർ ഷോൺ ബിലോ. ത്രൂ ദ പ്രസൻറ്റേഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ, ലെസൺ പ്ലാനിങ്, കളക്ഷൻ ഓഫ് മെറ്റീരിയൽ റിലേറ്റഡ് ടു ദ ഡെമോൺസ്ട്രേഷൻ, റിഹേഴ്സൽ ഓഫ് ഡെമോൺസ്ട്രേഷൻ. അതായത് ഒരു പ്ലാനിങ്ങും പ്രിപ്പറേഷനും
അതായത് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാനിങ്ങും പ്രിപ്പറേഷനും ഈ ഒരു ഗുഡ് ഡെമോൺസ്ട്രേഷൻ മെത്തേഡിന് വേണം. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, ലെസൺ പ്ലാൻ ചെയ്യുക, അതേപോലെ തന്നെ മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്യുക ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള. ഡെമോൺസ്ട്രേഷന് മുന്നേ ഒന്ന് റിഹേഴ്സൽ ചെയ്ത് നോക്കുക എന്നുള്ളതൊക്കെ ഈ ഒരു പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷനിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അടുത്തത് ഇൻട്രൊഡ്യൂസിങ് ദ ലെസൺ. The teacher should introduce the lesson to students keeping in mind the following things: individual difference, environment, experience. അതായത് ഈ നമ്മൾ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നതിന് മുന്നേ ലെസൺ കുട്ടികൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഇല്ലേ? ആ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ കുട്ടികളുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസും അപ്പോൾ അവിടുത്തെ എൻവയോൺമെൻറ്റും എക്സ്പീരിയൻസും എല്ലാം കണക്കിലാക്കി വേണം ആ ഒരു ലെസൺ കുട്ടികളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. The lesson can be started with some simple and interesting experiments, very common events or some internal story. അതായത് നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് വളരെ സിമ്പിളായിട്ടും എന്നാൽ ഇൻട്രസ്റ്റിംഗും ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മളുടെ കോമൺ ലൈഫ് എക്സ്പീരിയൻസോ കോമൺ ഈവൻസോ സ്റ്റോറീസോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റുഡൻസിലേക്ക് ഈ ലെസൺ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഇൻട്രൊഡ്യൂസിങ് ദ ലെസണിൽ വരുന്നത്. അടുത്തത് പ്രസൻറ്റേഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ. ഇൻ ഡെമോൺസ്ട്രേഷൻ പ്രസൻറ്റേഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് പ്രസൻറ്റേഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ ഈ ഡെമോൺസ്ട്രേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ പ്രിൻസിപ്പിൾ ഓഫ് റിഫ്ലക്റ്റീവ് തിങ്കിങ് ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ്. അതായത് റിഫ്ലക്റ്റീവ് തിങ്കിങ് എന്നുള്ളൊരു കാര്യം നമ്മളെ മനസ്സിൽ വെച്ചിട്ട് തന്നെ വേണം നമ്മളിത് പ്രസൻറ്റ് ചെയ്യാനായിട്ട്. അടുത്ത ഇതിൽ വരുന്നതാണ് ഡെമോൺസ്ട്രേഷൻ. ദ പെർഫോമൻസ് ഇൻ ദ ഡെമോൺസ്ട്രേഷൻ ടേബിൾ ഷുഡ് ബി ഐഡിയൽ ഫോർ സ്റ്റുഡൻസ് ആൻഡ് ഇറ്റ് ഷുഡ് ബി നീറ്റ് ആൻഡ് ക്ലീൻ. അതായത് നമ്മൾ ഈ ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ കൊണ്ടുപോകുന്ന ആ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ ഡെമോൺസ്ട്രേഷൻ ടേബിളിൽ അല്ലെങ്കിൽ നമ്മൾ ആ ടീച്ചർ ടേബിളിൽ വെക്കും. അത് കുട്ടികൾക്ക് വളരെ ഐഡിയലായിട്ടും അതേപോലെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ വേണം നമ്മളത് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട്. അടുത്തത് ടീച്ചിങ് എയ്ഡ്സ്. ദ ടീച്ചർ ക്യാൻ യൂസ് വേരിയസ് ടീച്ചിങ് എയ്ഡ്സ് ലൈക്ക് മോഡൽസ്, ബ്ലാക്ക് ബോർഡ്, ഗ്രാഫ്സ് എക്സെട്ര ഡ്യൂറിങ് ഡെമോൺസ്ട്രേഷൻ. ഇത് ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് മോഡൽസ് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ബ്ലാക്ക് ബോർഡിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം, ഗ്രാഫ്സ് യൂസ് ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ടീച്ചിങ് എയ്ഡായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ഒത്തിരി ടീച്ചിങ് എയ്ഡ്സ് അറിയാമല്ലോ. അതേപോലെ ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്. ഇവാലുവേഷൻ ഓഫ് ദ ഹോൾ ഡെമോൺസ്ട്രേഷൻ ഷുഡ് ബി ഡൺ സോ ഇറ്റ് ക്യാൻ ബി മേഡ് മോർ എഫക്റ്റീവ്. ഒരു പ്രോപ്പർ ഇവാലുവേഷൻ ചെയ്താൽ മാത്രമേ ഇത് പ്രോപ്പർ എഫക്റ്റീവ് ആയെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അടുത്തത് ഇതിൻ്റെ മെറിറ്റ്സ് എന്താണെന്ന് നോക്കാം. മെറിറ്റ്സ് ഓഫ് ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്. ഇറ്റ് ഹെൽപ്സ് എ സ്റ്റുഡൻസ് ഇൻ ഹാവിങ് എ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ നോളജ്. It helps students remain active in teaching learning process. It leads to permanent learning. It accounts of the principles of reflective thinking. It helps to create interest for topic among students. It helps in arousing the spirit of discovery among students. It imparts maximum learning to students. ഇതിൻ്റെ മെറിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻസിനൊരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും ആ ടോപ്പിക്കിനെ പറ്റി. അതേപോലെ തന്നെ ആക്റ്റീവ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് അവിടെ നടക്കും. ഒരു പെർമനൻറ്റ് ലേണിംഗ് നടക്കും. അവരൊരു ഡെമോൺസ്ട്രേഷൻ കണ്ടുപഠിക്കുകയാണല്ലോ, അപ്പോൾ ഒരു പെർമനൻറ്റ് ലേണിംഗ് നടക്കും. അതേപോലെ തന്നെ റിഫ്ലക്റ്റീവ് തിങ്കിങ്ങിൻ്റെ പ്രിൻസിപ്പിളൊക്കെ ഇവിടെ ആക്റ്റീവ് ആകും. അതേപോലെ തന്നെ ആ ടോപ്പിക്കിനോട് സ്റ്റുഡൻസിനൊരു ഇൻട്രസ്റ്റ് അറോസ് ചെയ്യും അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഡിസ്കവറി ഓഫ് തിങ്സ് അമംഗ് സ്റ്റുഡൻസ്, ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അവർ തന്നെ ഡിസ്കസ് ചെയ്യും. ഇതിൻ്റെ ഒരു മാക്സിംസ് ഓഫ് ലേണിംഗ് ആണ് ഇവിടെ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് വഴി നടക്കുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു മെറിറ്റ്സ് എന്ന് പറയുന്നത്. ഡീമെറിറ്റ്സിൽ വരുന്നത് സ്റ്റുഡൻസ് കനോട്ട് ബെനിഫിറ്റ് വിത്ത് ഡയറക്റ്റ് ആൻഡ് പേഴ്സണൽ എക്സ്പീരിയൻസ് ആസ് ടീച്ചർ ക്യാരി ഔട്ട് ദ ഡെമോൺസ്ട്രേഷൻ. അതായത് ഇവർക്കൊരു ഡയറക്റ്റ് പേഴ്സണൽ എക്സ്പീരിയൻസ് കിട്ടില്ല. അവരല്ലല്ലോ ചെയ്യുന്നത്, ടീച്ചർ ചെയ്യുന്നത് ഇവർ കാണുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഇവർക്ക് കിട്ടില്ല. അതേപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ മെറ്റീരിയൽസ് ഇറ്റ് ക്യാൻ ബി കോസ്റ്റ്ലി ആസ് ഇസ് റിക്വയർഡ് മെറ്റീരിയൽസ് ആർ കോസ്റ്റ്ലി. അതുപോലെ തന്നെ കോസ്റ്റ്ലി ആണെന്ന് നമുക്ക് പറയാം ചില ഡെമോൺസ്ട്രേഷൻസ് ഒക്കെ. ഇറ്റ് ക്യാൻ ബി എ ടൈം കൺസ്യൂമിങ് മെത്തേഡ്. ഒരു ടൈം കൺസ്യൂമിങ് മെത്തേഡാണ്. നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം, അങ്ങനെ അതുകൊണ്ടൊരു ടൈം കൺസ്യൂമിങ് മെത്തേഡാണെന്ന് പറയാം. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ലേണിംഗ് ബൈ ഡൂയിങ്. ഇത് ലേണിംഗ് ബൈ ഡൂയിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളതല്ല. ദിസ് മെത്തേഡ് ഡസ് നോട്ട് പ്രൊവൈഡ് ട്രെയിനിങ് ഫോർ ദ സയൻറ്റിഫിക് മെത്തേഡ്. ഇതൊരു സയൻറ്റിഫിക് മെത്തേഡിനുള്ളൊരു ട്രെയിനിങ്ങും ഇതിൽ കൊടുക്കുന്നില്ല. ദർ ഈസ് ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ടീച്ചർ ടു ക്യാരി ഔട്ട് ദ ഡെമോൺസ്ട്രേഷൻ. അതേപോലെ തന്നെ ഒത്തിരി ടീച്ചേഴ്സിന് ഈ ഒരു ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്രയാണ് ടീച്ചർ സെൻറ്റേർഡ് ലേണിംഗ് സെൻറ്റേർഡിനെ പറ്റി പറയാനുള്ളതും അതേപോലെ തന്നെ
ലെക്ചർ മെത്തേഡ്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, ഇതിനെപ്പറ്റി പറയാനുള്ളതും. അപ്പോൾ ബാക്കിയുള്ള മെത്തേഡ്സ് അല്ലേ, ലെക്ചർ കം ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് തൊട്ട് നമ്മുടെ പ്രൊജക്റ്റ് മെത്തേഡ് വരെയുള്ള ബ്രെയിൻ സ്റ്റോമിങ് മെത്തേഡ് വരെയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.